Okay, good morning. Welcome to our financial derivatives class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിങ് ഓഫ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രൈസിങ് ഓഫ് പല രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നമുക്കൊരു പ്രൈസിങ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് പഠിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ അറിയണം. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആൻഡ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്. എന്താണ് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാലും എന്താണ് പ്രൈസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാലും ഇത് രണ്ടാണ്. അതായത് ദ ഹോൾഡർ ഓഫ് ആൻ അസറ്റ് ഹാസ് മണി ടൈഡ് അപ്പ് ഇൻ ദ അസറ്റ്. ഇഫ് ദ ഹോൾഡർ ഈസ് വില്ലിംഗ് ടു റീറ്റെയിൻ ദ അസറ്റ് മസ്റ്റ് ഹാവ് എ വാല്യൂ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ പ്രൈസ്. അപ്പോൾ നമ്മളൊരു പ്രൈസും വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഇഫ് ദ ഹോൾഡർ ഈസ് വില്ലിംഗ് ടു റീറ്റെയിൻ ദ ബെസ്റ്റ്, അതായത് അത് കൈവശം വയ്ക്കുന്ന ആൾ, അതായത് ഹോൾഡർ വില്ലിംഗ് ടു റീറ്റെയിൻ ദ അസറ്റ് മസ്റ്റ് ഹാവ് എ വാല്യൂ. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സാധനം സ്ഥിരമായിട്ട് ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി ഇഫ് ദ അസറ്റ്സ് വാല്യൂ വേർ ലെസ് ദാൻ ഇറ്റ്സ് പ്രൈസ് ദ ഓണർ വുഡ് സെൽ ഇറ്റ്. അല്ലേ, ഇപ്പോൾ അസറ്റിൻ്റെ പൈസ ലെസ് ദാൻ ഇറ്റ്സ് പ്രൈസ്, അതിനൊക്കെ കുറവാണ് അസറ്റിൻ്റെ വാല്യൂ ഉള്ളതെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. സോ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്സർവ് ആയിട്ടുള്ള നമ്പറാണ്. ദാറ്റ് ആർ ഇറ്റ് ഈസ് സിംപ്ലി സീറോ. അതായത് ദിസ് ഈസ് ബിക്കോസ് നൈദർ പാർട്ടി പേയ്സ് എനിത്തിങ് നോർ പാർട്ടി റിസീവ്സ് എനിത്തിങ് ഓഫ് മോണിറ്ററി വാല്യൂസ്. ദിസ് ഡസ് not mean that neither party will pay or receive money at a later date. The value features and forward contracts during their lives, however, are not necessarily equal by each other or zero. ഇത് നമ്മൾ ഈക്വൽ എന്താ പറയുക, will receive money at the value of future and forward contracts during their lives are not necessarily equal. Okay. ഇനി പിന്നെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ള 3 കൺസെപ്റ്റുകളുണ്ട്. ഒന്ന് സ്പോട്ട് പ്രൈസും, ഒന്ന് ബേസിസ്, 3 സ്പ്രെഡ്. എന്താണ് സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ it is the price of a good if it is bought immediately. That is, it is also known as cash price or current price. ആ സ്പോട്ടിൽ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുക. അതാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ബേസിസ്, സെക്കൻഡ് പോയിൻ്റാണ് ബേസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് ക്യാഷ് ഓർ സ്പോട്ട് ഓർ കറണ്ട് പ്രൈസ്. ഫ്യൂച്ചർ പ്രൈസും കറണ്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബേസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബേസിസ് ഈക്വൽ ടു ഫ്യൂച്ചേഴ്സ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. ഇനി ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക കേട്ടോ. ഒരു എക്സാമ്പിൾ അതിൽ പറയുന്നുണ്ട്. ഇനി ഇതിൽ വരുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഈ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഓഫ് ആൻ അസറ്റ് ഈസ് ഹയർ ദാൻ ഇറ്റ്സ് ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസിനേക്കാളും ഹയർ ആണെങ്കിൽ ബേസിസ് ഫോർ ദ അസറ്റ് ഈസ് പോസിറ്റീവ്. ഈ സ്പോട്ട് പ്രൈസ് ഈസ് ഹയർ ദാൻ ഇറ്റ്സ് ഫ്യൂച്ചർ പ്രൈസ് ആണെങ്കിൽ അസറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. For example, if cash Nifty index is at the 5,000 level and 2 months future on the Nifty is trading 5,040, so the basis is 40 points positive. അതായത് ഇതിൽ പറയുന്നത് ഒരു നിഫ്റ്റി ഇൻഡെക്സിൻ്റെ 5,000 ലെവൽ ആൻഡ് 2 months ഫ്യൂച്ചർ ഓൺ ദ നിഫ്റ്റി ഒരു ഷെയറുകൾ നമ്മളൊരു ഫ്യൂച്ചർ പ്രൈസ് മോഡലിൽ ഇടാണ്. അതിൽ 2 months ഫ്യൂച്ചേഴ്സ് ഓൺ ദ നിഫ്റ്റി ഈസ് ട്രേഡിങ് 540, അല്ലേ, 5,000 രൂപയ്ക്കിട്ട് 5,040 ട്രേഡ് ചെയ്തു. ദ ബേസിസ് ഈസ് 40 പോയിൻറ്റ്സ് പോസിറ്റീവ്. കാരണം അതിനൊക്കെ കൂടുതലാണ്, അപ്പോൾ 40 പോയിൻറ്റ്സാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. സിമിലർലി ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സ് ഈസ് ട്രേഡിങ് അറ്റ് 4,980. ദ ബേസിസ് ഈസ് 20 പോയിൻറ്റ്സ് നെഗറ്റീവ്. അല്ലേ, അപ്പോൾ 4,980 ആണെങ്കിൽ 20 പോയിൻറ്റ്സ് നെഗറ്റീവാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ബേസിസ് വിൽ ഷോ ദ അപ്വേർഡ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ദ മാർക്കറ്റ്. ഇഫ് ദ മാർക്കറ്റ് ഹാസ് എ നെഗറ്റീവ് ബേസിസ് ഇറ്റ് ഈസ് കാൾഡ് എ ബാക്ക്വേർഡിയൻ. 2 രീതിയിലാണ് പറയുന്നത്. അതായത് പോസിറ്റീവ് ബേസ് ആണെങ്കിൽ അത് അപ്വേർഡ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ദ മാർക്കറ്റിനെ കുറിച്ചൊരു അപ്വേർഡ് അല്ലെങ്കിൽ ഉന്നമനത്തിലെത്താനുള്ളൊരു സാധ്യത ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്വേർഡ് expectation. If it has positive basis, it is called, okay, അതാണ് ഉദ്ദേശിക്കുന്നത്.
If the market has a negative basis, it is called a backward market. That is also known as inverted market. It has positive basis, it is called contango market. That is contango and backward will be discussed. അല്ലേ, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പോസിറ്റീവ് ബേസിസ് വിൽ ഷോ ദ അപ്വാർഡ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ദ മാർക്കറ്റ്. ഇനി ആ മാർക്കറ്റ് നെഗറ്റീവ് ബേസിസ് ആണെങ്കിൽ അതിനെ അപ്വാർഡ് എക്സ്പെക്റ്റേഷൻസ് എന്നും, പോസിറ്റീവ് ബേസിസ് ആണെങ്കിൽ ബാക്ക്വേർഡ് മാർക്കറ്റ് എന്നും നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഇഫ് ഇറ്റ് ഹാസ് പോസിറ്റീവ് ബേസിസ് ആൻഡ് ഇസ് കോൾഡ് കൊണ്ടാങ്കോ മാർക്കറ്റ് എന്ന് നമ്മളതിന് പറയുന്നുണ്ട്. ഇനി എന്താണ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ? What do you mean by spread? Sometimes futures contracts can be made on the same commodity for different maturity dates. The term spread refers to the relation between two different future price of an asset. അതായത് സ്പ്രെഡ് എന്ന് പറയുന്നത് ചില കേസുകളിൽ സെയിം കമ്മോഡിറ്റിന് നമ്മൾ പല ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേറ്റ് കൊടുക്കും. ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേറ്റ്സിന് കൊടുക്കും. അപ്പോൾ ടേം സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് പ്രൈസ് ഓഫ് എൻ അസറ്റ്. അതായത് ഒരു സ്പ്രെഡ് പൊസിഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദ സൈമൾട്ടേനിയസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഓൺ ദ സെയിം അസറ്റ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ഡെലിവറി മന്ത്സ്. സെയിം അസറ്റ് തന്നെ, പക്ഷേ അത് അതിൻ്റെ വാല്യൂസ് രണ്ട് ഡിഫറെൻറ്റ് ഡേറ്റിനായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അതാണ് സ്പ്രെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും 3 രീതിയിലാണ് സ്പ്രെഡ് വരുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്പ്രെഡ് ഫോളോയിങ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ഇൻട്രാ കമ്മോഡിറ്റി സ്പ്രെഡ്. ദിസ് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്രൈസസ് ബിറ്റ്വീൻ ടു ഫ്യൂച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേയ്സ് ഓൺ ദ സെയിം കമ്മോഡിറ്റി. അതായത് ഇൻട്രാ കമ്മോഡിറ്റി സ്പ്രെഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം ബിറ്റ്വീൻ ടു ഫ്യൂച്ചേഴ്സ്, രണ്ട് ഫ്യൂച്ചർ തമ്മിൽ പ്രൈസിൽ വരുന്ന വ്യത്യാസങ്ങൾ ഓഫ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേയ്സ് ഓൺ സെയിം കമ്മോഡിറ്റി. സെയിം കമ്മോഡിറ്റി ആണെങ്കിലും അവിടെ ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേറ്റ്സ് ആയിരിക്കും. അതാണ് എന്തുദ്ദേശിക്കുന്നത്? ഇൻട്രാ കമ്മോഡിറ്റി സ്പ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ്റർ കമ്മോഡിറ്റി സ്പ്രെഡ് ഉണ്ട്. ഇൻ്റർ കമ്മോഡിറ്റി സ്പ്രെഡ്, this is the spread between the future price of two different but related commodities. അതായത് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ഫ്യൂച്ചർ പ്രൈസസ് ഓഫ് ടു ഡിഫറെൻറ്റ് ഫ്യൂച്ചർ പ്രൈസസ് ഡിഫറെൻ്റ് ആയിരിക്കും ബട്ട് റിലേറ്റഡ് കമ്മോഡിറ്റീസിന് ഫ്യൂച്ചർ പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇൻ്റർ മാർക്കറ്റ് സ്പ്രെഡ്. ദിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഫോർ ഇൻ്റർ റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക? ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇൻ്റർ മാർക്കറ്റ് സ്പ്രെഡ്സ് എന്ന് പറയുന്നത്. 3 ഒന്ന് ഇൻട്രാ കമ്മോഡിറ്റീസ് പെയർസ്, ഇൻ്റർ കമ്മോഡിറ്റീസ് പെയർസ്, മൂന്നാമത്തെ ഇൻ്റർ മാർക്കറ്റ് സ്പ്രെഡ്. ഓക്കെ, ഇനി എന്താണ് ഈ ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ? എന്താണ് ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ? An arbitrage is a process of examining riskless profit without investment by taking advantage of differences in prices in different markets. It refers to buying a commodity or a financial instrument from a low price market and selling it in high price market. Profit is the difference between high price and low price. അതിനെയാണ് നമ്മൾ ആർബിട്രേജ് എന്ന് പറയുന്നത്. അതായത് ഏണിങ് റിസ്ക്ലെസ് പ്രോഫിറ്റ്, റിസ്ക് ഇല്ലാതെ നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഡിഫറൻസസ് ഇൻ പ്രൈസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്രൈസ് ആവുക. അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ തിയറീസ് ഓഫ് അപ്രോച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൈസിങ്ങിൻ്റെ മോഡൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുറച്ച് എഴുതാനുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക. പ്രധാനമായിട്ടും വരുന്ന തിയറീസ് ഓഫ് അപ്രോച്ചസ് ആണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. അത് ഇൻ പെർഫെക്റ്റ് മാർക്കറ്റിലുണ്ട്, ഇൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റിലുണ്ട്. പിന്നെ എക്സ്പെക്റ്റേഷൻ മോഡല്, പിന്നെ നോർമൽ
നോർമൽ, ബാക്ക്വേർഡ് ഇൻ മോഡൽ, ദെൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഇതെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ റിലേറ്റഡ് വരുന്നതാണ്. ഒന്ന് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ, അതിൽ വരുന്ന രണ്ടെണ്ണമാണ് ഇൻ എ പെർഫെക്റ്റ് മാർക്കറ്റ്, ഇൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റ്, എക്സ്പെക്ടേഷൻ മോഡൽ, നോർമൽ ബാക്ക്വേർഡ് ഇൻ മോഡൽ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. ഓക്കെ, എന്താണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ? കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഈസ് ദ കോമൺ മെത്തേഡ് ഓഫ് വാല്യൂ എ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു അപ്രോച്ച് പ്രകാരം ഫ്യൂച്ചർ പ്രൈസസ് ഡിപ്പെൻഡ്സ് അപ്പോൾ രണ്ട് എലമെൻറ്റ് പ്രകാരമാണ് ഈ അപ്രോച്ചസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് എലമെൻ്റ് ആണുള്ളത്. ഒന്ന് കറണ്ട് സ്പോട്ട് ഓർ ക്യാഷ് പ്രൈസ്, രണ്ടാമത് കോസ്റ്റ് ഓഫ് ക്യാരി. എന്താണ് ഒന്നാമത്തെ പറയുന്നത്? കറണ്ട് സ്പോട്ട് ഓർ ക്യാഷ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നുള്ള കറണ്ട് കോസ്റ്റ് ഓഫ് സ്പോട്ട് ക്യാഷ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ്. ഇനി രണ്ടാമത് വരുന്നത് ദ മോസ്റ്റ് ഓഫ് ക്യാരിയിങ് ഓർ സ്റ്റോറിങ് ദ അണ്ടർലൈൻ കമ്മോഡിറ്റി ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് from the present time to delivery date of the future contract. Thus, there are two determinants for future prices, namely the spot price and the carrying contract. അതിനെയാണ് സ്പോട്ട് പ്രൈസ് എന്നും ക്യാരിയിങ് കോൺട്രാക്റ്റ് എന്നും നമ്മൾ പറയുന്നത്. ഇനി ഫ്യൂച്ചർ, there are two determinants of futures prices, namely the spot price and the carrying contract. Thus, there are two different determinants for future price, namely the spot price and carrying price. ഇനി എന്താണ് ഈ ഡിറ്റർമിനൻസ് ഉള്ളതെന്ന്? അതിൽ ദേ ആർ സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഫിനാൻസിങ്, etc. Storage costs are those expenses which are incurred for the storing and maintaining the best in safe custody. സേഫ് കസ്റ്റഡിയിൽ ബെസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോറേജ് കോസ്റ്റ്. എന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിളായിട്ട് നമ്മൾ അതിനെ പാക്ക് ചെയ്യുക അല്ലെങ്കിൽ കാർഗോയിൽ. സ്റ്റോറേജ് കോസ്റ്റ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ സ്റ്റോറിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ അസറ്റ് ഇൻ സേഫ് കസ്റ്റഡി. സ്റ്റോർ ചെയ്യാനും അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സേഫ് കസ്റ്റഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദീസ് ഇൻക്ലൂഡ് റെൻറ്റ്, വെയർഹൗസസ് expenses, normal wastage. In the case of financial instruments, storage cost include the expenses for keeping the security in a bank vault or with the custodians. Insurance cost include the most incurred on safety of the asset against a fire, accident, etc. അത് അൺയൂഷ്വൽ ആയിട്ട് വരുന്നതാണ്. In some cases, carrying cost include transportation cost, also assets against fire, accidents, etc. In some cases, carry cost include transportation cost, also the cost of financing the underlying assets. Okay. അതായത് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഫോർമുല തന്നെ പറയുന്നുണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുമ്പോൾ സ്പോട്ട് പ്രൈസ് പ്ലസ് ക്യാരി കോസ്റ്റ്. ഇനി അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് എഴുതാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ എടുത്ത് എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ഡിറ്റർമിനൻസിനാണുള്ളത്, ഒന്ന് സ്പോട്ട് പ്രൈസും ഒന്ന് ക്യാരിങ് കോസ്റ്റും. ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞത് ദേ ആർ സ്റ്റോറേജ്, ഇൻഷുറൻസ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, മെയിൻറ്റെയിനിങ് ദ അസറ്റ്, സേഫ് കസ്റ്റഡി, അതൊക്കെ. ദീസ് ഇൻക്ലൂഡ് റെൻറ്റ്, വെയർഹൗസ് എക്സ്പെൻസസ്, നോർമൽ വേസ്റ്റേജ്, എക്സെട്ര ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഞാനതിൻ്റെ ഇൻ പെർഫെക്റ്റ് മാർക്കറ്റിൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.